ഹായ് ഡിയേഴ്സ്, ഓണം സീരീസിൽ ഒഴിച്ചുകൂട്ടാനൊന്നും ഇട്ടില്ലല്ലോ. അപ്പോൾ നമുക്കിന്ന് സാമ്പാറായാലോ. അതിനൊരു 1/4 കപ്പ് തുവരപ്പരിപ്പ് നല്ലപോലെ കഴുകി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുക്കറിൽ ഒരു വിസിലിന് വയ്ക്കുക. കഷ്ണങ്ങളായി ഞാൻ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു വഴുതിരിങ്ങ, 3 വെണ്ടിക്ക, ഒരു മുരിങ്ങക്കായ, ഒരു സവാള, ഒരു തക്കാളി ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പരിപ്പ് കുക്കറിൽ വെന്തിട്ടുണ്ട്, പ്രഷറെല്ലാം പോയി. നമുക്ക് തുറന്ന് നോക്കാം. വെള്ളം നല്ലപോലെ വറ്റിയിരിക്കുന്നു. കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വഴുതിരിങ്ങ മുറിച്ചത്, ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ചത്, പിന്നെ ഒരു മുരിങ്ങക്കായ മുറിച്ചത്, ഒരു സവാള, ഒരു തക്കാളി വലുതായി മുറിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ ഉപ്പിട്ട് നല്ലപോലെ ഇളക്കിയ ശേഷം ഒരു വിസിലിന് വേവാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ വെണ്ടിക്ക ഒന്ന് വഴറ്റണം. അതിലൊരു പശയുണ്ടാവും. അപ്പോൾ ഒരല്പം എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ആ പശ മാറിക്കിട്ടും. ഇനി ഒരു ചെറു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക. ആ നേരം ആകുമ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. അതിലേക്ക് വെണ്ടിക്കയിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. എല്ലാ കഷ്ണങ്ങളും പരിപ്പുമൊക്കെ ഒന്ന് യോജിച്ച് വരാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ പുളി ഇട്ടിട്ടുണ്ടല്ലോ, അതിനെ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് പുളി നല്ലപോലെ തിളച്ച് അതിൻ്റെ പച്ചമണമെല്ലാം മാറണം. സാമ്പാറിന് ആവശ്യമായ തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിന് ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു കായം ഇടണം. കായം ഇത്ര വലുപ്പമുള്ള കായാണ് വേണ്ടത്. അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് ഒന്ന് മൊരിയുന്നത് വരെ ഒന്ന് ഇളക്കുക. ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി, 2 ചെറിയുള്ളി ഇട്ട് ഒന്ന് വതക്കുക. ട്രാൻസ്ലൂസൻ്റ് ആയതും ഒരു 8 വറ്റൽമുളകിട്ട് ഒന്ന് മുരിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു കൊത്ത് കറിവേപ്പില ഇട്ട ശേഷം 1 ഗ്ലാസ് തേങ്ങ ചിരവിയത് ഇട്ട് നല്ല ചുവക്കെ വറുക്കണം. ആദ്യം ചീനച്ചട്ടിയിൽ ഒന്ന് പിടിക്കുന്നത് പോലെ തോന്നും. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ചുവക്കെ വറുത്തെടുക്കണം. എന്നാലേ നമ്മുടെ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ പരുവത്തിൽ വറുത്തെടുക്കണം. ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയിട്ട് നല്ലപോലെ ഇളക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ തേങ്ങ തണുത്ത ശേഷം മിക്സി ജാറിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. നല്ലപോലെ അരച്ചെടുക്കണം. നല്ല ഫൈനായി അരച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് നമ്മുടെ കറിയിലേക്ക് കൊട്ടാം. മിക്സി ജാറിൽ ഒരല്പം വെള്ളമൊഴിച്ച് കഴുകിയതിലേക്ക് ഒഴിക്കാം. നമ്മുടെ സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസിക്കനുസരിച്ച് ആവശ്യത്തിന് ചുടുവെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കുക. ഇനി നമുക്കിതിനെ താളിക്കണം. അതിന് നമ്മുടെ കുഞ്ഞി ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരല്പം കടുകും കറിവേപ്പിലയും ഇട്ട് ഇളക്കിയ ശേഷം നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി. ഇനി ഫോട്ടോ എടുക്കാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഇന്ന് ദോശയുടെ കൂടെയാണ് നമ്മൾ ഈ സാമ്പാർ കഴിക്കാൻ പോകുന്നത്. നല്ല വട്ടമുള്ള വെളുത്ത ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് സാമ്പാറും കൂട്ടി ഒന്ന് പിടിപിടിക്കാം. സാമ്പാറിലെ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാ വെണ്ടയ്ക്കയും വഴുതിരിങ്ങയും മുരിങ്ങക്കായും എല്ലാം കൂട്ടി ദോശയും കൂട്ടി ഒരു പിടി പിടിക്കാം. ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഈ സാമ്പാർ ഉണ്ടാക്കുമല്ലോ. താങ്ക് യു.